പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ചേർത്തല തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. 98-2000 കാലഘട്ടത്തിലാണ് സെബാസ്റ്റ്യന് ലോറി ഡ്രൈവറായിട്ട് തൊട്ട് പുറകിൽ കാണുന്ന വീട്ടിൽ ജോലിക്ക് വന്നിരുന്നത്. നമുക്ക് അവിടെ പോയി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. സെബാസ്റ്റ്യന് വളരെയധികം കാലം വണ്ടി ഓടിച്ച ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡ്രൈവറായിട്ട് ആ കാണുന്ന ഈ തൊട്ട് പുറകിൽ കാണുന്ന വീട്ടിൽ വണ്ടി ഡ്രൈവറായിട്ട് ഏറെക്കാലം ജോലി ചെയ്തതാണ്. ഇതെങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്? ഇത് ഈ വേസ്റ്റാണോ കൊണ്ട് ഇട്ടാക്കുന്നേ? ഓ എൻ്റെ പൊന്നോ, ഇത് വണ്ടി ഓടുമോ ഇതിലേ? ചേച്ചിയേ, ചേച്ചി നമസ്കാരം. ചേച്ചി, ഞങ്ങളെ ഈ സെബാസ്റ്റ്യനെ ഇവിടെ ഈ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടല്ലേ ഇരുന്നേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് തിരക്കാനായിട്ട് ഞങ്ങൾ വന്നാൽ, അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ഇവിടെ ഒരുപാട് വർഷങ്ങൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. ആഹാ, എത്ര കാലം ഉണ്ടായിരുന്നു ഇവിടെ വണ്ടി ഡ്രൈവറായിട്ട്? ഇവിടെ പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്താണ് ഉണ്ടായിരുന്നത്. ആഹാ, എത്ര വർഷം ഓടിച്ചു വണ്ടി? പ്രശ്നമൊക്കെ ഓടിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എനിക്ക് പുള്ളിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ടൊരു വിവരം അറിയാമെന്നില്ല. നമ്മളുമായിട്ട് കോണ്ടാക്റ്റും ഇല്ല. കുറേ കാര്യമെന്ന് പറഞ്ഞത് ഇത് ഇവിടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കാനായിട്ട് വരാൻ ചേട്ടനായിട്ടുള്ള പരിചയമായിരുന്നോ? മരണകാര്യം ആത്മഹത്യയാണ്. കുറേ സാമ്പത്തിക വിഷയം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. സെബാസ്റ്റ്യനുമായിട്ട് സാമ്പത്തിക വിഷയം വല്ലതും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. നമ്മുടെ വസ്തുവൊക്കെ ഈട് വെച്ച് കട എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാവെട്ടും കച്ചവടമായിരുന്നു. അതൊക്കെ കുറേയൊക്കെ തീർത്ത് ബാക്കിയൊക്കെ ഇപ്പോഴും നിലവിൽ നിൽക്കണം. ഈ കടം എന്തിനു വേണ്ടിയിട്ട് എടുത്ത്? കടം ബിസിനസ്സിനായിട്ട് എടുത്ത്. ഈ ലോറി എന്നിട്ട് ഈ സെബാസ്റ്റ്യന് സ്വന്തമായോ? എങ്ങനെയത്? അത് ബാങ്കുകാരുടെയായിരുന്നു. അവർ വിറ്റ് പൈസ കൊടുത്തു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നോ ലോറിക്ക്? ഈ സെബാസ്റ്റ്യന് വീട്ടിലേക്ക് കൊണ്ട് ഇടാറുണ്ടായിരുന്നു കേട്ടു. അതിവിടെ വന്ന ഡ്രൈവർമാരെല്ലാവരും കൊണ്ടുപോയി ഇടാറുണ്ടായിരുന്നു. അല്ലാതെ പുള്ളിക്ക് തന്നെ ഇല്ല. ചിലപ്പോൾ അവിചാരിതമായി ഒരുപാട് താമസിക്കുകയാണെങ്കിൽ അവരാ വണ്ടി കൊടുത്ത് ചേട്ടൻ വിടുമായിരുന്നു. അല്ലാതെ വേറെ അങ്ങനെ കൊണ്ടുവിടാറില്ലായിരുന്നു. ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ എത്ര നാളുണ്ടായിരുന്നു ഇവിടെ വണ്ടി ഡ്രൈവറായിട്ട്? അപ്പം കൃത്യമായിട്ട് ഓർക്കണില്ല. ഏകദേശം അവർ ബാങ്കുകാർ വന്ന് ചോദിച്ചു. അങ്ങനെ ബാങ്കുകാർക്ക് വിറ്റ് പൈസ കൊടുത്തു. ആർക്ക് കൊടുത്തു? ബാങ്കിലേക്ക് അടച്ചു. സെബാസ്റ്റ്യനായിട്ട് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ? ഇല്ല. വെറും ഡ്രൈവറായിട്ട് തന്നെയാണ് ഇവിടെ വന്നത്? ഡ്രൈവറായിട്ട് തന്നെയാണ്. സെബാസ്റ്റ്യൻ്റെ ഇടപെടലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ? എനിക്ക് കൂടുതൽ, എനിക്ക് 2-3 കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇരുന്നു. നമുക്ക് അതേ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൂടാ. ഞാൻ ചെടുത്തിയാണ് അവിടെ പോയില്ല. ഇങ്ങനെ ഒരു വിഷയക്കാരനാന്ന് വല്ലതും തോന്നിയായിരുന്നോ? ഇല്ല, തോന്നിയില്ല. ടിവിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ സ്തംഭിച്ചു പോവുകയായിരുന്നു. അതല്ലേ, ഇങ്ങനെ ഒരാളിവിടെ വന്നു പോയല്ലാന്നൊരു. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാ. 2 വർഷമായി. എനിക്ക് 3 പെൺപിള്ളേരാണ്. ഇപ്പോൾ ഒരാളെ ഇവിടെ അടുത്ത് ചെയ്തിരിക്കുകയാണ്. വരും, വൈകുന്നേരം ഒക്കെ വരും. ഈ സെബാസ്റ്റ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ സെബാസ്റ്റ്യൻ സമീപനമൊക്കെ എങ്ങനെയാ? നമ്മളോടൊക്കെ ഇടപെടും? നല്ല മനുഷ്യനായിട്ടായിരുന്നു. നമുക്ക് ഇയാൾ ഇത്തരക്കാരനാണ്. ഈയിടെ ഈ വാർത്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ ഇത്തരമായിരുന്നെല്ലാം
ഓർത്തുപോയി. നമ്മുടെ വകയൊന്നും ആരും കൊണ്ടുപോയി. നമുക്ക് ഈ കരിയുടെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഉള്ളത്. ആഹാ. ചിലപ്പോ അങ്ങനത്തെ എന്തിൻ്റെ ബിസിനസ്സായിരുന്നു ചേട്ടനുണ്ടായിരുന്നേ? തേങ്ങ കച്ചവടം തേങ്ങ കച്ചവടം. ആക്കി വിൽക്കുക. അട്ടി ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് കളഞ്ഞു. എവിടെയായിട്ടായിരുന്നത്? കളഞ്ഞു. ഈ കാണുന്ന ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ സെബാസ്റ്റ്യൻ വന്നിട്ട് തേങ്ങ ഇത് കൊപ്രയായിട്ട് മേടിക്കുമോ? തേങ്ങ പാലക്കാട് പോയൊക്കെ എടുക്കുക. എടുത്തോണ്ട് വരും. ആയിട്ട് പൊളിച്ച് കൊണ്ടഴുക്കും. തേങ്ങ വെട്ടി കയർവിരി ഉണ്ടായിരുന്നു ഇവിടെ? ഉണ്ടായിരുന്നു. കയർവിരി ഉണ്ടായിരുന്നു. ചേട്ടൻ നടത്തിക്കൊണ്ടിരുന്നാണത്? ആഹാ. അതിനുശേഷം ഈ കൊപ്ര കൊണ്ടി കൊടുക്കുമോ? ആ കൊപ്ര വേറെ ജോലിക്കാരുണ്ടായിരുന്നു. അവർ കൊണ്ടുപോയി. എണ്ണയാട്ടും ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, എണ്ണയാട്ടില്ലായിരുന്നു. ഈ വള്ളത്തെ കൊണ്ടുപോയിട്ട് ചേർത്തല കന്നിട്ടല്ലായിരുന്നു കൊടുക്കുന്നത്. പിന്നെ ഈ വണ്ടി എപ്പോഴാണ് വിറ്റത്? ഈ സമയത്ത് കൊടുത്തത്? ചേട്ടൻ മരിച്ചത് എത്ര നാൾ കഴിയുമ്പോൾ? വലിയ താമസമില്ലാതെ തന്നെ കൊടുത്തു. ആ. എന്താന്ന് പറഞ്ഞാൽ ലോണുള്ളത് തന്നെ അവരിങ്ങനെ വന്ന് ശൈത്യം ചെയ്തപ്പം കൊടുത്തു. ആ. അവർക്ക് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു. CC ഉള്ള വണ്ടി. ഈ സെബാസ്റ്റ്യൻ ഇവിടെ ശമ്പളത്തിനാണോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ആഹാ. ഏത് വർഷമാണ്? 98 ചേട്ടൻ മരിച്ചത്. അതിന് മുമ്പുള്ള 98. ആ. അതിന് മുമ്പ് എത്ര നാൾ മുമ്പ് ഉണ്ടായിരുന്നു മരിക്കുന്നതിന്? ഇവിടെ ഒരുപാട് ഡ്രൈവർമാർ വന്നു. ചേട്ടൻ ഇഷ്ടക്കുറവുള്ളപ്പം മാറ്റി മാറ്റി വിളിക്കും. അവരൊക്കെ എത്ര നാളെന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അറിയത്തില്ല. എന്നാലും 3-4 കൊല്ലം ഇവിടെ ജോലി ചെയ്തോ? അത്രയും ഇല്ല. ആരും തന്നെ അത്രയും കൊല്ലം നിന്നിട്ടില്ല. ഇവിടുത്തെ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ദാസ് എന്നായിരുന്നു വിളിക്കുന്നത് അല്ലേ? ഈ സിമ്പിളൻ എന്നൊരു പേരുണ്ട്. പിന്നെ നാട്ടുപേര്. അതെ അല്ലേ? പിന്നെ ദാസ്. ഒറിജിനൽ പേര് AB ദാസ് എന്നാണ്. വെള്ളാടി ഉണ്ടായിരുന്നു. മാനസിക വിഷമം തോന്നുമ്പം മദ്യം കഴിക്കും. പിന്നെ അത് നമ്മൾ ആശുപത്രിക്ക് കൊണ്ടുപോയി നിർത്തുന്ന ഒരു സ്റ്റേജിലായിരുന്നു. 24 മണിക്കൂറും കഴിക്കും. വേറെ ആള് പ്രശ്നമൊന്നും ഇല്ല. നല്ല മാന്യനായ ഒരാളാണ്. നമ്മളുടെ കുടുംബത്തിലും വീട്ടുകാരോടും ആരോടും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ സ്വയം നശിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പം മരിക്കണതിൻ്റെ തലേദിവസം ഒരു കൂട്ടരിങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് കുത്തിയിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. തേങ്ങ കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ പല സ്ഥലത്തുനിന്നും എടുക്കും. അകലയിൽ നിന്നൊക്കെ എടുക്കും. അങ്ങനെ മാനസികമായി തകർന്നതാണോ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പിന്നെ ഇവിടെ ഈ തെങ്ങിനൊക്കെ കൂടുതൽ അടിക്കാനായിട്ട് മേടിച്ച് വെച്ചിരുന്ന സാധനമാണ് കഴിച്ചത്. ഞാൻ കണ്ട് ഈ സാധനം ബാത്റൂമിൻ്റെ അവിടെ കണ്ട്. അപ്പോൾ ആളിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്തോ കഴിച്ചിട്ടുണ്ട്, കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെള്ളം വെച്ചിട്ടാണ് നമ്മുടെ അയൽവക്കത്തുകാരൊക്കെ കൂടി കൊണ്ടുപോയി. പക്ഷേ ഈ മദ്യവും ഇതും കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് മരിച്ചു പോയി ആള്. അന്ന് തന്നെ മരിച്ചു. സെബാസ്റ്റ്യൻ സമയത്ത് ഇവിടെ ജോലി ഉണ്ടായിരുന്നോ? അന്നേരം പിന്നെ ഇങ്ങനെ അതിന് മുമ്പേക്കെ പോയി. അതിന് മുമ്പേ പോയി. ആ സമയം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സെബാസ്റ്റ്യൻ ജോലിക്ക് വന്നിട്ടില്ലേ? വന്നിട്ടില്ല. അപ്പോൾ ഈ ലോറി അറിയാന്നുള്ളതിൽ കഴിഞ്ഞ് എനിക്ക് പുള്ളിയുടെ ഒരു കാര്യവും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട്, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ ലോറി ആരാ കൊടുക്കുന്നത്? സെബാസ്റ്റ്യനാണ് വിൽക്കുന്നത്? അല്ല, നമ്മുടെ സ്വന്തക്കാരാ വിറ്റത്. സ്വന്തക്കാരെ വിറ്റത്. എന്താണ് സെബാസ്റ്റ്യൻ ഇടപെടൽ എല്ലാവരുമായിട്ട് ഭയങ്കര സോപ്പിങ്. പുള്ളി ജയിലില്ല. പുള്ളി പോയ എല്ലാ സ്ഥലങ്ങളിൽ കൂടെ ഞങ്ങൾ പോയി എൻക്വയറി നടത്തുന്നുണ്ടേ. അതിൻ്റെ ഭാഗമായിട്ട് വന്നോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് ഒരു ഡ്രൈവർമാരെ കൊണ്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ല. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എന്താണ് ജോലി? വിധവയെൽപ്പിന് ഞാൻ അപേക്ഷ കൊടുത്തു. വെറുതെ അറ്റൻഡർ പോസ്റ്റ് ആശുപത്രിയിൽ. അങ്ങനെ ഞാനൊരു 2004 മുതൽ അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തെങ്കിലും സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അത് പിന്നെ കണ്ടിട്ടില്ല. ഞാനിവിടെ ആലപ്പുഴ ബോംബെന്നാണ് റിട്ടയർഡ് ആയിട്ട് പോകുന്നത്. അതെ അല്ലേ? ഇവിടെ ആരെങ്കിലുമായിട്ട് വല്ല സെബാസ്റ്റ്യൻ വല്ല കമ്പനി അങ്ങനെ വല്ല ഉള്ള ഒരു മനുഷ്യനായിട്ട് ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ലല്ലേ? ഇവിടെ മാത്രമേ അത് വന്നിട്ടുള്ളൂ. കണ്ടു, ഞാനും കണ്ടിട്ട് കൂടിയില്ല. ഇവരൊക്കെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് എനിക്ക് കൂട്ടനാരും ഇല്ലാഞ്ഞിട്ട് അമ്മയും ചേച്ചി കല്യാണം ചേർത്തതാണ്. അതല്ലേ? കണ്ണ് കാണത്തില്ലെന്ന് തോന്നല്ലേ? അത് തിമിരം വന്ന് കാണാമായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും
അങ്ങനെ കണ്ണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കല്യാണം ചെയ്യാഞ്ഞത്. ആ ഹാ ഹാ. ഞങ്ങളുടെ ഇവിടെയും കുഞ്ഞുങ്ങളുടെ പെണ്ണാണ്. എൻ്റെ ഫാമിലിയും പെണ്ണായിരുന്നു. ഞങ്ങൾ 4 പെൺപിള്ളേര്. ഇവിടെ 3ാമത്തതാണ്. പിന്നെ അതിൻ്റെ മൂത്തതാണ് ഞാൻ. ഞാൻ കല്യാണം ചെയ്തതുകൊണ്ട് അങ്ങനെ അമ്മച്ചി മരിച്ചു പോയിട്ട് പിന്നെ ഇവിടെ വന്ന് അങ്ങനെ നിന്നു. ലോറി എവിടെയായിരുന്നു വണ്ടി ഇടുന്നത്? അത് പിന്നെ അവിടെ പിന്നെ ഈ വഴി അന്ന് ഇല്ലായിരുന്നു. ഇങ്ങോട്ട് ലോഡിങ് നടക്കില്ലായിരുന്നു. ഈ കൊപ്രക്കാലത്തിന് ലോഡിങ് ഇല്ലായിരുന്നോ? ഈ കൊപ്ര അങ്ങ് അക്കരെ 6 അക്കരെ വന്നിട്ട് സാധനം വള്ളത്തെ കയറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇവിടെ നിന്നാ കാണാം ആ വീട്. ഓഹോ. ഗതാഗതം പിന്നെ വെള്ളം വഴിയായിരുന്നു. വെള്ളം വഴിയായിരുന്നു. ആ ഹാ ഹാ. അപ്പോൾ ഈ തോടെല്ലാം ആളുകൾ നികത്തി ഒതുങ്ങി. ആ ഹാ. ഇപ്പോഴും വാഹനമൊന്നും ഇതിലേ വരികയില്ല. അപ്പോൾ അവിടെ തന്നെ എവിടെയെങ്കിലും ഇടും. ആ ഹാ ഹാ. ആ ഹാ. അപ്പോൾ ഈ ചേട്ടൻ മരിക്കുന്നതിന് എത്ര നാൾ മുമ്പാണ് ഈ സെബാസ്റ്റ്യൻ ജോലി നിർത്തിയേ? അതിപ്പം കൃത്യമായിട്ട് ഞാൻ ഓർക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2-3 ചെറിയ കുഞ്ഞുങ്ങളും ഇവിടെ ഈ പണിയുടെ ധൃതിയൊക്കെ കൊണ്ട് എന്നെ അങ്ങനെ ബിസിനസ് കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടുത്തിയില്ലായിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു കഴിവില്ലായിരുന്നു. എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കും, എന്തെങ്കിലും കഴിവുള്ളത് ചെയ്യുമോ, അത്രയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പുള്ളിയുടെ ഡീറ്റെയിൽ തിരക്കി ഇറങ്ങിയാണേ. അപ്പം ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ആരോ വന്ന് ഇവിടെ വന്നായിരുന്നോ? ആലപ്പുഴയിൽ നിന്ന് ക്രൈം ബ്രാഞ്ചിൽ നിന്നാണ് ഇവിടെ വന്നായിരുന്നു. ഈ ഇടയ്ക്കാണ് വന്നേ? എന്നാണെന്ന് ഓർക്കണില്ല, കുറച്ച് നാളായി. അല്ലേ? അത് കഴിഞ്ഞ ഈ വാർത്തയൊക്കെ TV-ലൊക്കെ കണ്ടത്. അതല്ലേ? ഞങ്ങൾ എന്തോ ആലപ്പുഴയിലെ തൊടുപുഴയെന്നാ. അത് ശരി. ഇവിടെ റൂട്ട് ബേസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയാണ് പോകുന്നേ. അപ്പം എല്ലാ ഭാഗത്തും നമ്മൾ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ പുള്ളി ഇനി പുറത്തേക്ക് ഇറങ്ങിയില്ല. പക്ഷേ എന്തെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് അറിയാനായിട്ടാണ്. എനിക്ക് പറഞ്ഞു തന്നെയല്ല. ഞാൻ പിന്നെ TV-ൽ അങ്ങേരുടെ വല്ല ആളുടെ കണ്ടാലും ഇത്തരം കാര്യം കാണുമ്പോൾ അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്തേ പറ്റും. അതെ, തീർച്ചയായിട്ടും. അത്രയേ ഉള്ളൂ നമുക്ക് വിചാരം. എന്താന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യണവരോട് പൊതുവെ താല്പര്യമില്ല, ആരോടാണെങ്കിലും. അപ്പം ഇത്തരം മോശക്കാരനായിരുന്നല്ലാന്ന് ഞങ്ങളിലൊക്കെ ഇങ്ങനെ പറയും. അന്ന് ഇവിടെ വന്നിട്ടിരുന്ന ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിലും പുള്ളി പ്രത്യേകിച്ച് ഇച്ചിരി ഇതായ ആളായിരുന്നല്ല. കണ്ട് ആളുകളുടെയൊക്കെ സിമ്പതിയായിട്ടൊക്കെ വന്ന സമയത്ത് ജോലിക്കാരുടെയൊക്കെ വർത്തമാനം പറയുമായിരുന്നു. ഇവിടെ എങ്ങനെയാ പുള്ളിനെ വിളിച്ചോണ്ടിരുന്നേ? പുള്ളീനെ സെബാസ്റ്റ്യൻ അമ്മാവന്നല്ലേ? അല്ലല്ല, ആളെ പേരൊന്നും എനിക്കറിഞ്ഞില്ല. തൊട്ടപ്പുറം ആ വീട്ടിലെ ചേട്ടനോടൊക്കെ വർത്താനമൊക്കെ പറയാറെന്ന് പറഞ്ഞേ. അവരും പറഞ്ഞു ആളുകളുടെ സിമ്പതി ഉള്ള സ്വഭാവം. അങ്ങനെയല്ലേ ഈ ആളുകളെയൊക്കെ വശീകരിച്ചത്. അതെ. ഒത്തിരി ആൾക്കാരുണ്ടാവും. ഈ 3-4 പേരൊന്നും അല്ലല്ലോ, 50 പേര് മുകളിലുണ്ട്. അവയവ മാഫിയ പുള്ളി. അവയവ കച്ചവടാ. ഈ സ്ത്രീകളെ, ഈ പാവപ്പെട്ട കുടുംബങ്ങളെ സ്ത്രീകളെയൊക്കെ പുള്ളി അടിച്ചോണ്ട് പോയിട്ടുണ്ട്. നമ്മളൊക്കെ അതിനകത്ത് പെടാതെ ഏതായാലും അതിന് മുമ്പ് ഈ വണ്ടിയുടെ ഇടപാട് തീർത്തപ്പോഴേ ആ പരിപാടി തീർന്നത്. അതെ. ചേച്ചിക്ക് 3 പെൺപിള്ളേരായിരുന്നു അല്ലേ? ഇളയങ്ങൾക്ക് അത്രയും 1.5 വയസ്സേ ഉള്ളൂ. എനിക്ക് പ്രായം കുറവായിരുന്നു ആ സമയത്ത്. എല്ലാം കൂലിപ്പണിക്കാനെ കല്യാണം ചെയ്തിരിക്കുന്നു. അതല്ലേ? 3 പേരും. നല്ലൊരു സുഖ ജീവിതമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. സാമ്പത്തികം ഉണ്ടായിരുന്നു മക്കളായിട്ട്. സാമ്പത്തികം എനിക്ക് ഇവിടുത്തത് കൊണ്ട് തന്നെ മതിയായി. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്നെ അടുത്ത് ചെയ്ത് പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്തതാണെങ്കിലും സാമ്പത്തികം ഉള്ള ഒരാളാണെന്ന് കരുതി ചെയ്തെങ്കിലും ഞാൻ അനുഭവിച്ച് ദുരിതത്തിന് കണക്കില്ല. എന്താന്ന് പറഞ്ഞാൽ ഈ നാളങ്ങ് മരിച്ചപ്പോൾ ഉള്ള കടക്കാരും കിട്ടാനുള്ളവരും ഒക്കെ വന്നെന്ത് ബഹളവും. സെബാസ്റ്റ്യൻ്റെ രീതി അനുസരിച്ച് സെബാസ്റ്റ്യൻ പണപരമായിട്ട് എന്തെങ്കിലും ചേട്ടൻ വല്ല ലോണും എടുത്ത് അവർക്കൊക്കെ എല്ലാ ഈ ചേട്ടൻ വല്ല ലോണും എടുത്ത് സെബാസ്റ്റ്യന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കറിയാവുന്ന എന്താന്ന് പറഞ്ഞാൽ എന്നെ തിരക്കി എല്ലാവരും വന്നല്ല, ഒക്കാറിനുള്ള കടങ്ങളാണ്. അത് പിന്നെ ഇവിടെ HDFC-യും വേറുള്ള ബാങ്കിൻ്റെയും ചെറുവാറണ അങ്ങനെയൊക്കെ എടുത്തൊക്കെയാണ്. അതൊക്കെ നമ്മൾ കൊടുത്തു തീർക്കാവുന്നതിൻ്റെ അങ്ങേറ്റം ഞാൻ തീർത്തിരിക്കുകയാണ്. ഇനിയുണ്ട്, തീരാനുണ്ട്. ആ ഭൂമിയുടെ പ്രമാണമൊക്കെ അവരുടെ കയ്യിലാണ്. എന്തൊരു സ്ഥലമുണ്ട് ചേച്ചിക്ക്? ഇവിടെ എന്തൊരു സ്ഥലമുണ്ട്? ഇവിടെ ഇപ്പം ഇതൊക്കെ കൂടി പിന്നെ പല പങ്ക് മേടിച്ചത്. ഇത് 10 സെന്റ് കുടികിടപ്പ് കിട്ടിയതാണ്. ഞാനിപ്പോൾ ഈ വീട് നിൽക്കുന്നത്. ഈ ഫ്രണ്ട് വശം പുറകോട്ടൊക്കെ അങ്ങനെ ചേട്ടൻ മേടിച്ചതായിരുന്നു.
ചെറിയ ചെറിയ പീസായിട്ടൊക്കെ മേടിച്ചതാണ്. അതൊക്കെ എത്ര ഉണ്ടെന്ന് പോലും കൃത്യമായിട്ട് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതല്ലേ പ്രമാണമൊക്കെ കൈ കിട്ടിയെങ്കിലേ അറിയാവുള്ളൂ. ഇവിടെയെങ്കിലും ഇപ്പം ആരും ഇതൊന്നും മേടിക്കാനും വയ്യല്ലോ, നമുക്ക് കൊടുക്കാന്ന് വെച്ചാൽ. സുഭാഷിനുമായിട്ട് വല്ല മദ്യപാനം വല്ലതും ഉണ്ടായിരുന്നോ ചേട്ടനോ? ഇല്ല. ഇവിടെ സുഭാഷ് നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുള്ളത്. ഇവിടെ പെരടത്ത് ഒരെണ്ണത്തിനെയും കയറ്റിയിട്ടില്ല. അവിടെ വെച്ചേക്ക് എല്ലാത്തിനെയും സുലാം പറഞ്ഞ് വിടുവായിരുന്നു. വെള്ളോടിയൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളോടി കമ്പനി കാണുമല്ലോ. ചേട്ടൻ വെള്ളം അടിക്കാന്ന് പറഞ്ഞാൽ തന്നെ അടിക്കുകയാണ്. എന്താന്ന് പറഞ്ഞാൽ കുപ്പി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് ബോധം വീഴുമ്പം പിന്നെയും കഴിക്കും. അങ്ങനത്തെ കഴിക്കലേ കഴിക്കുള്ളൂ. അത് ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു പോയാലോ വീണ്ടും ഉയർത്തിനേറ്റ് ബിസിനസ്സിലേക്ക് പോകും. അതല്ലേ തേങ്ങാപ്രാന്തകാരനായിരുന്നു. തേങ്ങ ഇവിടെ ഉണ്ട്, അവിടെ ചെന്ന് വീണോടും കാശില്ലല്ലോ വീഴും. അങ്ങനെയായിരുന്നല്ലേ? അല്ല, ജോലിയും ചെയ്യുമായിരുന്നു. 1-2 കൊല്ലം ജോലി ചെയ്തോ സബേഷിന് ഇവിടെ? അത്രയൊന്നും ഇല്ല. ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാലും മാറ്റി അടുത്താളെ വിളിക്കും. അങ്ങനെയായിരുന്നു. അതല്ലേ? ഈ അവിടെ വണ്ടി ഇടാറുണ്ടായിരുന്നു സബാഷിന് അവിടെ. അപ്പം ഞങ്ങൾ അറിഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതെന്നു വെച്ചാൽ ഇവിടുത്തെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു സ്ഥിരം. ചേട്ടൻ മരിച്ചതിന് ശേഷം വണ്ടി സ്വന്തമാക്കി. ആ സമയത്ത് വരുമ്പം ചിലപ്പം അവർ ഡ്രൈവർമാർ വിഷമിച്ചല്ലേ വല്ലത്. വണ്ടിയെ പോയിട്ട് രാവിലെ വാ അങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അതല്ലേ? ചേട്ടനെ ചതിച്ചു, ചേട്ടൻ്റെ വണ്ടി സ്വന്തമാക്കി വെറുതെ പറയുന്നത് അല്ലേ? ഓരോരുത്തർ അങ്ങനെ പറയും. നമ്മള് വെറുതെ ഒരാളൊരു പുള്ളിയാണെന്നും പറഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ട് അന്ന് വന്നപ്പോഴും ഞാൻ അവരോടും പറഞ്ഞു നമുക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല. അന്ന് വണ്ടി ഉണ്ടാകുമ്പോൾ വന്നു പോയി എന്നുള്ളത് കഴിഞ്ഞ് എനിക്ക് ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ചേട്ടനെ ഒരു ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ അടിച്ചേൽപ്പിച്ചൊരു കാര്യം പറയേണ്ട കാര്യം. ഞാനത് ഭയങ്കരമായി പോയി. ചേട്ടനും മരിച്ചു പോയി. അത് കഴിഞ്ഞ് 2-3 പിള്ളേരെ വളർത്തിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂത്ത കൊച്ചിന് എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? അന്ന് 9ാം ക്ലാസ് കഴിഞ്ഞു. ഇളയ കൊച്ചിനായിരുന്നു 1.5 വയസ്സ്. എന്തോ വൃത്തികെട്ട ജോലിയായിരുന്നു. ഞാനിവിടെ നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിച്ചിരുന്നു. ആശുപത്രിയിലൊക്കെ പോയി കക്കൂസ് കഴുകും, തിന്ന കഴുകും ഒക്കെ ഇട്ട് ജോലി ചെയ്ത് പിള്ളേർ വരെ വരുമ്പം പെരയൊക്കെ എത്തിയില്ലായിരുന്നു ആദ്യ ഘട്ടത്തിലൊക്കെ. അതെ, അതുപോലെ കഷ്ടപ്പെട്ട് ചേച്ചി. മണം ഈ ഫിനോയിലിൻ്റെ ഒക്കെ. അതെല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചത്. പിന്നെ ഈ തേങ്ങായ അങ്ങനെയൊക്കെ കിട്ടുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ ഒതുങ്ങിയ രീതിയിൽ ജീവിക്കുകയാണ് ഇപ്പോഴും. അതെ, അപ്പോഴും അതെ. അതെ, നമ്മൾ ആരോടും ഒന്നും മേടിച്ചല്ല ജീവിക്കുന്നത്. അങ്ങനെ ഒരു തൊഴിൽ ഞാൻ കുറച്ച് ദിവസം അതിന് പോയിട്ട് ഞാൻ നിർത്തി നിന്നതാണ്. എനിക്ക് ഇത് കഴിയലാഞ്ഞിട്ട്, ഈ ജോലി ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. പിന്നെയും പരിസരവാസികളൊക്കെ കൂടി പറഞ്ഞ് പോകണം, പോയില്ലെങ്കിൽ എങ്ങനെ നീ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ 1-2 കൊല്ലം കഴിഞ്ഞപ്പം മാറ്റം വന്നു. പിന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഇതായപ്പം പിന്നെ നമ്മൾ വിനയായിട്ടൊക്കെ നിന്ന് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചതല്ലാതെ വേറെ ആരോടും മേടിച്ചു. ഇവന് ഇവിടെ മാത്രമാണ് ഇത്ര ശല്യമില്ലാതെ ഉണ്ടായിട്ടുള്ളൂ. ഈ സെബാസ്റ്റ്യൻ ചെന്ന് കയറിയ വീടുകളിലെല്ലാം എന്തെങ്കിലുമൊക്കെ നാശങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെല്ലാം ഇവിടുത്തെ ജോലിക്കാർക്ക് മൊത്തം അറിയായിരുന്നു. ഇവിടുത്തെ കടവായ്പ ഇവിടെ വന്ന ആളുകൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. കുറേ ചിരട്ടയുണ്ടായിരുന്നു, അത് വാരിക്കൊണ്ടുപോയി. ഒരു വള്ളം ഉണ്ടായിരുന്നു, അത് ഊന്നിക്കൊണ്ടുപോയി. ദിവസമുള്ളതൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പൈസ കൊടുക്കാനുള്ളത് സുഭാഷിന് അറിയാവുന്ന കാര്യമൊക്കെ എല്ലാ ജീവനക്കാർക്കും അറിയായിരുന്നു. കുറേ ജോലിക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഒന്നും കിട്ടാനില്ല. ഇവരൊക്കെ പറയും ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ വന്ന് അകപ്പെട്ടേനായിരുന്നു പറയും. ആൾക്കാരങ്ങനെ പറയല്ലേ? ആൾക്കാരങ്ങനെ പറയും. പെണ്ണായിട്ടും പിന്നെ ഇവിടുന്നൊന്നും അപകരിക്കാനൊന്നും പിന്നെ വന്നില്ലല്ലോ എന്നങ്ങനെ ആൾക്കാർ തന്നെ പറയുന്നുണ്ടല്ലേ? എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കരിയും കാടും ഒക്കെ അയാളുടെ കസ്റ്റഡി കിട്ടിയാലോ പിന്നെ നമ്മുടെ ബാധ്യതകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സ്ഥലം വിറ്റ് തരാന്ന് സെബാസ്റ്റ്യൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ മനുഷ്യനെ പറ്റി എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു അപാകതയും ഇങ്ങോട്ട് ചെയ്തിട്ടില്ല. വീടിനോടും എൻ്റെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ആരോടും ചെയ്തിട്ടില്ല. പിന്നെ വേറെ അവരടുത്തും ചെയ്തത് അയാളുടെ മോശത്തരം. നമ്മളെന്ത് പറയാൻ, ഓരോരുത്തർ കാര്യം ചെയ്യണേന് നമ്മൾ വല്ലവരും ചിന്തിക്കുക. അപ്പോൾ ആരെങ്കിലും വെളുക്ക് കാണുന്നത് പോലെ എല്ലായിരിക്കും. ഈ അയൽവക്കംകാർക്കൊക്കെ അറിയാലോ സെബാസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാലോ. ഈ നാട്ടുകാർക്കൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം.
കട്ടച്ചിറ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കട്ടച്ചിറ. കട്ടച്ചിറ അല്ലേ? കട്ടച്ചിറ തണ്ണീർമുക്കം പഞ്ചായത്ത്. തണ്ണീർമുക്കം പഞ്ചായത്ത്. ഇവിടെ ജോലി നിർത്തിയതിന് ശേഷം സബാഷിന് എങ്ങോട്ടാ പോയെന്ന് വല്ലതും അറിയാവോ? അയ്യോ അതൊന്നും അറിയാം. എന്ത് കാരണത്തിന്റെ പുറത്താ സബാഷിന്? ഫോൺ കോൾ പോലും ഇല്ല. ആ പിന്നെ എന്തിനാ ഞാൻ വെറുതെ അവരവരെയൊക്കെ ഇരുന്ന്. എന്തിന്റെ പുറത്താ സബാഷിനോട് ജോലി നിർത്തി പോയത്? ജോലി നിർത്തി പോയത് വണ്ടി തീർന്നു, പിന്നെ അങ്ങനെ പോയതായിരിക്കും. ഇല്ലല്ലോ നീ പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴേ പറഞ്ഞു വിട്ടതാ. അതെ അല്ലേ? പുള്ളിയുടെ സ്വഭാവം എന്തെങ്കിലും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? പുള്ളിയുടെ സ്വഭാവം ഇവിടെ വന്നിട്ട് ആർക്കും ഒരു ഇഷ്ടക്കുറവായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഓക്കെ ചേച്ചി, ഇത്രയും കാര്യങ്ങളൊന്നും അറിയാനായിട്ട്, ഇതിൻ്റെ ഒരു ആധികാരികത മനസ്സിലാക്കാനായിട്ടേ അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അറിയാൻ പറ്റുള്ളൂ. പുള്ളി ഇതാണേലും ദൈവസഹായം കൊണ്ട് ഇവിടെ ഒന്നും സുരക്ഷിതമായിട്ട് തന്നെ കടമായിട്ടായി. പിന്നെ കൊണ്ടുപോകാൻ തക്ക ഒരു സംഗതിയില്ല. മുതലാണെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കടം തീർത്തില്ല. സ്വർണ്ണമില്ല, സ്വർണ്ണങ്ങളൊന്നും ആധാരമാണെങ്കിൽ ബാങ്കിലാണ്. ഒരെണ്ണമില്ല, എല്ലാം ബാങ്കിലായിരുന്നു. തിരിച്ചാണേലും വന്നേനായിരുന്നായിരിക്കും. അതെ. അപ്പം സെബാസ്റ്റ്യൻ കൊത്താനായിട്ട് ഇവിടെ ഒന്നുമില്ല, കൊത്തിക്കൊണ്ട് പോകാനായിട്ടൊന്നുമില്ല. പ്രാരാബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാരാബ്ദമേ ഉള്ളൂ. എൻ്റെ അമ്മയും ഈ ചേച്ചിയൊക്കെയാണ് പിടിച്ചത്. അതുങ്ങളൊക്കെ കൊണ്ട് തല്ലായിരുന്നു ഈ ഫോണിലെ പണി. അങ്ങനെയൊക്കെ ആ പണി നിന്നുപോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, അനിയത്തിയും കല്യാണം ചെയ്യാതെ ഉണ്ടായിരുന്നു. അവളും ഒരു കമ്പനി പണിക്ക് പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചു പോയി. ഇതല്ലാതെ വേറെ ആരും സഹായത്തിന് എനിക്കില്ലായിരുന്നു. അനിയത്തിനെ എവിടെ അടിച്ചേക്കുന്നേ? അനിയത്തിനെ അവിടെ മൂത്തെടുത്ത്. പുള്ളിക്കാരനാണ് ജോലി? അത് മേസ്ത്രിയാണ്. മേസ്ത്രിയാണ്. സാമ്പത്തികമായി മുന്നോട്ടുള്ളവരെ ആരും ഇല്ല. ഓഹോ, സഹായിക്കേണ്ടവരാരുമില്ല, ആരുമില്ല. മക്കളാണെങ്കിലും ഒക്കെ എല്ലാവരും അവരൊരു വിളിപ്പണി. തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ പറഞ്ഞു അമ്മാവന്നൊക്കെ വിളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു. പേരെന്നാ ചോദിച്ചപ്പോൾ അമ്മാവനാ എന്നെ നാട്ടിൽ വിളിക്കുന്നതെന്ന് പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു. അതെല്ലേ? നാട്ടുകാർക്കൊക്കെ പലതും അറിയാമായിരുന്നായിരിക്കും. നമുക്കതിനെ പറ്റിയൊന്നും അറിയാൻ മേല. അമ്മാവന്നാണ്, കൊച്ചിച്ചാന്നൊക്കെ വിളിക്കുക. പേരിട്ട പേരൊക്കെ ചിലരെ വിളിക്കുമല്ല. അതെ അതെ. എന്നാണ് ദൈവസഹായം എന്നല്ലാതെ എല്ലാ സിജിയെ ഒന്നും കൊണ്ടുപോയിട്ടില്ല സാറേ. ഇതൊന്നൊരു കാര്യവും കൊണ്ടുപോയിട്ടില്ല. കാരണം ഒന്നും ഇല്ലായിരുന്നു കൊണ്ടുപോകാനായിട്ട്. ഒരുപാട് കാലം കൂടി മനുഷ്യനെ ഈ ടി വി നിങ്ങളുടെ കോട്ടയംകാരുടെ ഞാൻ അവിചാരിതമായി നമ്മുടെ ചാനൽ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പോഴാണ് കണ്ടത്. എന്നാലാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യണ ഒരാളായിരുന്നല്ല ഇങ്ങനെ ഭയന്നു പോയി. നമ്മൾ ഇവിടെയൊക്കെയും വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട്. പരിചയമില്ലാത്തവരുടെ കൊലപാതകം ദിവസവും ടി വി കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കണ്ടിട്ടുള്ള ഒരാളാകുമ്പം പ്രത്യേകിച്ചൊരു ഭയം തോന്നിയല്ലേ. അങ്ങനെ തോന്നി. കോയിനുണ്ട്, അതുകൊണ്ട് പള്ളി കൊണ്ട് വെക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യവും നമ്മളുടെ ഒന്നും പറയാനുള്ളത് എന്നോട് മിണ്ടാൻ പോലുള്ള സന്ദർഭം കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ കോണുണ്ടല്ല, ആളുകൾ ഒരുപാട് വരികയില്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കണ ഒരു കോണാണിത്. അപ്പൊ ഇവിടങ്ങളിൽ അതൊന്നും ഇവിടെ ഈ കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ ഒറ്റക്കിട്ടെങ്കിൽ ചിലപ്പോഴൊക്കെ വണ്ടി കിട്ടാതെ താമസിക്കുമ്പോഴും നമുക്ക് അയൽവക്കത്തുകാരുടെ ഒരു ശ്രദ്ധയുണ്ട് ഉണ്ടാകുമായിരുന്നു. ആര് വന്നാലും ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തോ ഒരു മനുഷ്യൻ ഇവിടെ വന്നാലും അത് എന്തിനു വന്ന ആരായാലും എങ്ങനെയെന്നറിയാതെ നമ്മുടെ നല്ല കാര്യമാണ്. ഇപ്പം സാറ് വന്നാലും എന്തിനു വന്നെന്ന് ചിലപ്പം ചോദിക്കും. അത് സാറിനോട് ഇപ്പോഴാണ് ഈ ബൈക്കൊക്കെ വന്നത്. മറ്റത് ഇത് ഇവിടെ വഴി എൻ്റെ സ്ഥലം തന്നെയാണ്. ഞാൻ പിന്നെ ഒരു വഴി വന്നെങ്കിൽ വരട്ടെ കൊടുത്തതാണ്. പക്ഷേ ഈ വേസ്റ്റ് ഇട്ടത് കൊണ്ടൊന്നും വേസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പോയായിരുന്നേ. വണ്ടി പോവുകയല്ല. ഒരു ബൈക്കിൽ പിള്ളേരൊക്കെ ഓടിച്ചിട്ട് നടക്കും. അത്രയും ഞാൻ ഇരിക്കാൻ പറയാം. അത് കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾ പോവാ. ഞങ്ങൾ പോയേക്കോ, ഞങ്ങൾ പൊക്കോട്ടെ. എന്നാൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ തിരക്കി ഞങ്ങൾ വന്നാ. ഓക്കെ ചേച്ചി, താങ്ക് യു ചേച്ചി. ആലപ്പുഴയിൽ നിന്ന് മറ്റേ ആ ശരണ്യായിരിക്കും വന്നതല്ലേ? രണ്ട് സാറന്മാരായിരുന്നു വന്നേ. എന്നാണേലും അത് കടത്തിൻ്റെ പേർക്ക് ഒരു ചേട്ടനല്ലേ ഇത്രയൊക്കെ കിടന്ന ഈ നാടിന് വേണ്ടിയിട്ടാണല്ലോ ഈ എന്തോ ജനങ്ങൾക്കൊക്കെ പണി കൊടുത്തിട്ട് ഒരു കർഷകൻ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളവടി അല്ലേ ചേച്ചി? വെള്ളവടിയൊന്നും അല്ല കടത്തിലേക്ക് ആയതല്ലേ?
അതല്ല സ്ഥലമൊക്കെ മേടിച്ച് നഷ്ടങ്ങൾ അന്നൊക്കെ ഈ തേങ്ങയൊക്കെ 10,000-15,000 തേങ്ങയൊക്കെയാണ് എടുത്ത് വെട്ടണത്. ഈ നാടിന് വേണ്ടിയിട്ടാണല്ലോ കഷ്ടപ്പെട്ടത്. എന്താണേലും ഇറക്കിയ ചരലായി കിടക്കണത് ഒഴുകിപ്പോയതിൻ്റെയൊക്കെ ബാക്കി. ഈ തേങ്ങാമറി ഇരിക്കണമെങ്കിൽ ചരല് വേണമല്ലോ. അതല്ലേ. അതാണ് ഇവിടെയൊക്കെ നിന്ന് തെങ്ങുവരെയൊക്കെ പറിച്ച് മാറ്റി ഒക്കെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. നാടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരു കൃഷിക്കാരന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ തന്നെ പറയാം. ഇത്രയൊക്കെ കിടന്ന് പണിതിട്ട് 100 പേരുണ്ടായിരുന്നു. അതല്ലേ. തൊഴിലാളികൾ ഇഷ്ടം പോലെ ഉള്ളതായിരുന്നു. എന്നാണെങ്കിലും ആളുകൾക്ക് ജീവിക്കാനൊരു വക കാണിച്ചു കൊടുക്കുവായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്ത ആളുകളെല്ലാം ഇപ്പം ആ ഒരു അപകടത്തോടുകൂടി മനുഷ്യൻ എല്ലാവരും നന്നായി, മോശമായ ആളുകൾ കൂടിയൊക്കെ നന്നായി. ഈ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോഴും അതിന് ചേച്ചി അങ്ങനെ അവരൊക്കെ നന്നായി. ഇങ്ങനെ ചേട്ടൻ അല്ല, എന്താന്ന് പറഞ്ഞാൽ ഒരു വീട് വഴിയാതാരായി പോവുകയല്ലേ ഒരാളങ്ങ് നഷ്ടപ്പെടുമ്പോഴും. അപ്പം ജീവിക്കാനായിട്ട് ഇവിടെ പണി ചെയ്തവരൊക്കെ ഇച്ചിരി അമ്പരന്നു പണിയില്ലാതെ. പിന്നെ ഒക്കെ ഒരു കാര്യം ജോലിയൊക്കെ ആയിട്ട് കയറി ഞങ്ങൾ ഈ കക്കാവാരാണുള്ളത്. അതല്ലേ. ലാഭമാണ്. അപ്പോൾ എല്ലാവർക്കും കുടുംബത്തിലേക്ക് ഒരു അത്താണിയായിട്ട് ചേട്ടന് സാമ്പത്തികമായിട്ടും ഒക്കെ ആണെങ്കിലും തൊഴിൽ കൊടുത്ത് അവരെ സഹായിച്ചുകൊണ്ടായിരുന്നു. അതെ അതെ, തൊഴിലും കൊടുക്കും, വേലക്കൂലിയും ഒക്കെ പറയാതെ കൊടുക്കുമായിരുന്നു. അങ്ങനത്തെ സ്വഭാവമായിരുന്നു. ലാഭത്തിലേക്ക് ഒരിക്കലും ബിസിനസ് തുടങ്ങിയിട്ട് കലാശിച്ചില്ലായിരുന്നു. ലാഭം ഉണ്ടായൊന്നുമില്ല അല്ലേ? ലാഭം ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊന്നും തിരക്കിയല്ല. നമ്മൾ ഇത് വിഗ്രഹപരമായിട്ട് അങ്ങനെ പണിക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ കണക്കും കാര്യം തിരക്കാൻ ചെല്ലണതും ഇഷ്ടയില്ല, അത് ചെയ്യാൻ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ബിസിനസ് തകർത്തു അല്ലേ? ബിസിനസ് കൊണ്ട് ഈ കൃഷിയിലെ ഇങ്ങനെയുള്ള ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു ചേട്ടന് സാമ്പത്തികമായിട്ട് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടൽ വരികയില്ലായിരുന്നു. പിന്നെ ഈ ഭൂമിയൊക്കെ മേടിച്ചതിനകത്തൊക്കെ കടമൊക്കെ മേടിച്ചത് അത് ബിസിനസ് പരമായിട്ട് വീട്ടാന്ന് ഇതൊക്കെ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ കൂടുതലും മേടിച്ചത് ഈ തൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ. തോടും ഈ കാട് പിടിച്ച് കിടക്കുന്ന ചിറയൊക്കെ അതൊക്കെ തൊണ്ട് ജീവിക്കാനായിട്ട് സ്ഥലം മേടിച്ചത്. തോടാണ് കൂടുതൽ മേടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അത് എൻ്റെ വീട്ടുകാരുടെതൊക്കെ തന്നെയാണ്. അച്ഛൻ്റെ വീട്ടുകാരുടെ, അമ്മയുടെ വീട്ടുകാരുടെയൊക്കെ ആയിരുന്നു. അവരുടെയൊക്കെ വിലക്ക് മേടിച്ച്. പക്ഷെ അതിനുമൊക്കെ കൈ കാശില്ലാതെയൊക്കെ മേടിച്ചത് കൊണ്ടാണ് മറ്റേ ഇത്രയും കടമായത്. കടത്തിൻ്റെ മുകളിൽ കടമായി. പിന്നെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ. പിന്നെ ഇതുപോലെ എന്നെ തിരക്കിയൊക്കെ വരുമ്പോഴേക്കും എൻ്റെ മരുമക്കളാണെങ്കിലും ഒക്കെ അമ്മ ഏതാണ്ടും കുഴപ്പമില്ലാന്നുള്ളത് വേണമെന്ന് ഓർക്കും. ഈ ഓരോ ഇപ്പോൾ 2-3 പ്രാവശ്യം വന്നു ഇതുപോലെ ഓരോ സ്ഥലത്ത് യാത്രയെന്ന് വന്നു. അല്ല, നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളാണല്ലോ ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇങ്ങനെ റിപ്പോർട്ട് നമ്മൾ തേടിയതിൻ്റെ കാരണം അന്വേഷിച്ചതിൽ സന്തോഷം. നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ സംബന്ധിച്ചോളം സാറേ കണ്ണ് കാണാൻ വേലെങ്കിലും എൻ്റെ അറിവിലൊരു തെറ്റുകുറ്റങ്ങളോ എൻ്റെ അനിയത്തി ചെയ്തില്ല. അറിയാണ്ടത് മേടിച്ചോ തിന്നിയോ കൊടുക്കുക അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ടും ഇല്ല. അല്ല, സഭാഷി വന്നപ്പം കടമുള്ളൂ, സ്വർണ്ണാഭരണങ്ങളൊന്നും കിട്ടാനില്ല, എല്ലാ രീതിയിലും ബാധ്യതയാണ്. അപ്പം ഒന്നുമില്ല നോക്കിയപ്പം സഭാഷി നോക്കിയപ്പം എന്നാ കൊണ്ടുപോകാനുണ്ടായിരുന്നെങ്കിൽ വീണ്ടും കറങ്ങി വന്നേനായിരുന്നു. അത് തന്നെ. സാധനം ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടില്ല. എന്നാ ഞങ്ങൾ പോകട്ടെ എന്നാ. ഓക്കെ ചേച്ചി. പേരെങ്ങനെയാ ചേച്ചിയുടെ പേരെങ്ങനെയാ? സ്നേഹലത. ആഹാ.